ഗസയിലേക്ക് ആഹാരവുമായി അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് പോയ വാഹനം തടഞ്ഞു നിർത്തി അത് തട്ടിയെടുക്കാൻ ആരോ ശ്രമിക്കുന്നു. ഹമാസുമായി ബന്ധപ്പെട്ട ആളുകളെന്ന് പറയുന്നു. ഇസ്രായേൽ അവർക്ക് നേരെ വ്യോമാക്രമണം നടത്തി 124ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത. എന്ന് വെച്ചാൽ അടുത്ത കാലത്ത് 24 മണിക്കൂറിനുള്ളിൽ ഇത്രയധികം ആളുകൾ കൊല്ലപ്പെടുന്നത് ഇതാദ്യമായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നരകതുല്യമായ അവസ്ഥയിലേക്കാണോ മേഖല മാറുന്നത്? അതെ, നരകതുല്യമാണെന്ന് മാത്രമല്ല, കണ്ടു നിൽക്കാനാവാത്ത വിധമുള്ള നരഹത്യ കൂടിയാണ്, യാതൊരു തർക്കവുമില്ല. പക്ഷേ അതൊരു പൂർണ്ണതയിലേക്ക് പോകുന്നു എന്ന് വേണം കരുതാൻ. നമുക്ക് ദീർഘകാലത്തേക്ക് ഇനി ഈ ഗസയിലെ കൂട്ടക്കൊല, പലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ ഒന്നും അധികകാലം പറയേണ്ടി വരില്ല. കാരണം അത് ഏതാണ്ട് അവസാനത്തോടടുക്കുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ എന്ത് കാരണം കൊണ്ടായാലും, ഇപ്പോൾ ഗസയിലേക്ക് വരുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷണം ഇസ്രായേൽ തന്നെ തടയുന്നു. കടൽ മാർഗം വന്നതും കരമാർഗം വരുന്നതും ഒക്കെ. അങ്ങനെ പട്ടിണിക്കിട്ട ആളുകളെ കൊല്ലാൻ പറ്റുമെങ്കിൽ അത് കൊന്നു തീർക്കുക. രണ്ട്, അവിടുന്ന് സുരക്ഷിതമായി പലതവണയായി എത്രയോ മാസങ്ങളായി മുന്നറിയിപ്പ് കൊടുത്തിട്ട്, എനിക്ക് തോന്നുന്നു ഈ വർഷത്തോടൊപ്പം തന്നെ ആ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ജീവനും കൊണ്ട് പോകേണ്ടവർക്ക് പോകാം, അതിന് സുരക്ഷിതമായി നിങ്ങൾക്ക് അഭയം തരാനുള്ള ചില രാജ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ, ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഇന്തോനേഷ്യയും ചില ആഫ്രിക്കൻ രാജ്യങ്ങളും. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ പൊയ്ക്കൊള്ളുക, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിച്ചുകൊള്ളുക, രോഗം വന്നാൽ മരുന്ന് കിട്ടാതെ മരിച്ചുകൊള്ളുക. അതുമല്ലെങ്കിൽ ഇപ്പോൾ അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് ഭക്ഷണ സാധനങ്ങൾ അവിടെ എയർലിഫ്റ്റ് ചെയ്തും ഒക്കെ കൊടുക്കാൻ സംവിധാനം വന്നപ്പോൾ അത് തട്ടിയെടുക്കാൻ തീർച്ചയായിട്ടും ഈ തീവ്രവാദികളുടെ ഒരു സ്വഭാവം അതാണല്ലോ. ഏത് കാര്യവും അവർ പിടിച്ചെടുക്കുക എന്നതാണല്ലോ അതിൻ്റെ രീതി. അപ്പോൾ ഭക്ഷണം നേർക്കുനേരെ കിട്ടുന്നതിന് മുമ്പേ പിടിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് അനുയായികൾക്ക് കൊടുക്കുന്ന ഒരു രീതി തീവ്രവാദികൾ മീൻസ് ഹമാസ് ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചപ്പോൾ അക്കാരണം പറഞ്ഞിട്ട് ബോംബ് വർഷിക്കുന്നു, അവരെ കൊല്ലുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഹമാസിൽ ഇനി ആൾപ്പാർപ്പില്ലാത്ത, അല്ലെങ്കിൽ ഒറ്റ അറബ് വംശക്കാരനും ബാക്കിയില്ലാത്തൊരവസ്ഥയിലേക്ക് ഹമാസ് പോകുന്നു ഒരു ഭാഗത്ത്. അതേ സമയത്ത് തന്നെ ഇന്നലെയൊക്കെ ആയിട്ടുള്ള വാർത്തകൾ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് വെസ്റ്റ് ബാങ്കിൽ നിന്നൊന്നും കേൾക്കാറില്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ 67 തൊട്ട് അവിടെ സമാധാനമുണ്ട്. രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, 67 ഇസ്രായേൽ അവിടെ ഒരു ഒക്യുപ്പേഷൻ പോലെ വെസ്റ്റ് ബാങ്ക് കീഴടക്കി കഴിഞ്ഞിട്ട് അവരുണ്ടാക്കിയ തിട്ടൂരങ്ങൾ, അവരുടെ ഉത്തരവുകളൊക്കെ ആ നാട്ടുകാർ പാലിക്കുന്നു. ഒന്ന്, അതുകൊണ്ട് അവർക്കും ഗുണമുണ്ടായി. ജനാധിപത്യ രീതിയിൽ അവിടെ സമാധാനത്തോടെ കഴിഞ്ഞുകൂടാൻ വെസ്റ്റ് ബാങ്കുകാർക്ക് കഴിയുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം അവിടെ അൽ-ഫത്തഹിനാണ് ഭൂരിപക്ഷം. ഇപ്പോൾ ഫലസ്തീനികൾക്കിടയിൽ 2 പ്രസ്ഥാനങ്ങളാണ് ശക്തിപ്പെട്ട് നിൽക്കുന്നത്. ഫലസ്തീൻ ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോർപ്പറേഷൻ പോലെ, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് സംവിധാനം പോലുള്ള സംവിധാനമാണ്. അതിലും ഭരണകൂടത്തിന് സ്വഭാവമൊന്നുമില്ല. ലോക്കൽ ബോഡി ഇലക്ഷൻ പോലെ ഇലക്ഷൻ നടക്കുമ്പോൾ ഗസയിൽ നിന്ന് ജയിച്ച് കയറുന്നത് ഭൂരിപക്ഷവും ഹമ്മാസാണ്. അതേസമയത്ത് വെസ്റ്റ് ബാങ്കിൽ നിന്ന് ജയിച്ചു പോകുന്നത് അൽ-ഫത്തഹുമാണ്. അൽ-ഫത്തഹിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം തന്നെ സമാധാനമാണ്. അവരുടെ ഒരു മുദ്രാവാക്യം. അത് PLOയുടെ ഒരു ബാക്കിപത്രമാണ്. PLO, യാസർ അറഫാത്തിൻ്റെ PLO ആദ്യകാലത്ത് സ്വീകരിച്ച നിലപാടല്ല. പിന്നീട് അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് സമാധാനത്തിൻ്റെ പാതയിലേക്ക് വന്നതാണ്. ഒരു ഗാന്ധിയൻ മുറയിലേക്കൊക്കെ വന്നൊരു നേതാവാണ് യാസർ അറഫാത്ത്. അറഫാത്തിൻ്റെ അനുയായികളാണ് അൽ-ഫത്തഹ്. അതുകൊണ്ട് അവർ സമാധാനത്തോടെ കഴിഞ്ഞുകൂടുന്നുണ്ട്. അപ്പോൾ ഗസക്കാരാണെങ്കിൽ ഒരു കാലത്തും സമാധാനത്തിൽ നിൽക്കാതെ, വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കാതെ, കോംപ്രമൈസിന് നിൽക്കാതെ അവരെ കൊണ്ടാവുന്ന വിധത്തിലുള്ള ചാവേർ പോരുകളും ഗറില്ല വാറുകളും ഇൻതിഫാദയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള അവസ്ഥ, അങ്ങനെ പൊരുതുന്നവരെ ആദ്യം വകവരുത്തി ഏതാണ്ട് ഫിനിഷ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഗസ ഏതാണ്ട് ഇസ്രായേലിനെ അറ്റാച്ച് ചെയ്യാവുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഒന്ന്. മറുഭാഗത്ത് വെസ്റ്റ് ബാങ്ക് ഇങ്ങനെയാണെങ്കിൽ വെസ്റ്റ് ബാങ്കുകാരെ മാത്രമായിട്ട് വിടുവോ? ഇല്ല. ഇസ്രായേലിൻ്റെ ഫിനിഷ് ദ ജോബ് എന്ന അജണ്ടയിൽ രണ്ടും ഉണ്ട്. ഫലസ്തീൻ ഭൂപ്രദേശം മുഴുവനും ഉണ്ട്. അതിൽ വെസ്റ്റ് ബാങ്കും ഗസയുമാണ് പ്രധാനപ്പെട്ട 2 പ്രദേശങ്ങൾ, 2 പ്രധാനപ്പെട്ട ജനവാസ കേന്ദ്രങ്ങൾ, 2 പ്രധാനപ്പെട്ട നഗരങ്ങൾ, പ്രധാനപ്പെട്ട 2 സംസ്കൃതികളൊക്കെ അതാണ്. അപ്പോൾ 67 തൊട്ട് യാതൊരു കുഴപ്പം അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൂടാ. അവിടെ ഒരു കുഴപ്പവും ഉണ്ടാക്കാതെ, തീവ്രവാദികളൊന്നും ഇല്ല, സമാധാനവാദികളായ അൽ-ഫത്തഹാണ് ഉള്ളതെങ്കിൽ പോലും അവർക്ക് നേരെയും ഇടയ്ക്കിടെ ഇസ്രായേൽ ആക്രമണം നടക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇത്രയില്ല. ഗസയിൽ കൊന്നൊടുക്കിയതുപോലെ കൂട്ടക്കൊലകൾ നടന്നിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഒറ്റക്കുള്ള ആക്രമണങ്ങളിൽ ഇപ്പോൾ ഇന്ന് കണ്ട വാർത്ത വെച്ച് 600 ആളുകളോ മറ്റോ കൊല്ലപ്പെട്ടിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് സംഭവിക്കാൻ പോകുന്നത് ഈ വെസ്റ്റ് ബാങ്കിന് മേൽ സമ്പൂർണമായ ഒരു അറ്റാച്ച്മെൻറ്റ്, ഫലസ്തീൻ ഭൂപ്രദേശത്തെ മൊത്തമായി ഇസ്രായേലിനോട്, നമ്മൾ പലപ്പോഴും പറഞ്ഞുള്ളതുപോലെ ജോർഡാൻ റിവർ പരിഗണിക്കാതെ ഇസ്രായേലിനോട് ചേർത്ത് പൂർണ്ണമായും പഴയ ഫലസ്തീൻ
സാധ്യത അതാണല്ലോ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഫലസ്തീൻ്റെ ഒരു സാധ്യതയാണ് ആഗോള ഭൂപടത്തിലുള്ളത്. ഫലസ്തീന് വേണമെങ്കിൽ ഒരു രാജ്യമായി ഡിക്ലെയർ ചെയ്യാം. അവർക്കൊരു രാജ്യത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ചേർത്ത് രാജ്യം സ്ഥാപിച്ചെടുക്കാം. അവർക്ക് കൃത്യമായ അതിർത്തി വേണം, സൈന്യം വേണം, എല്ലാം വേണമല്ലോ, ഭരണകൂടം വേണം, തെരഞ്ഞെടുപ്പ് വേണം, എല്ലാം വേണം. ആ ഒരു സംവിധാനത്തിലേക്ക് ഇനി ഒരു ഫലസ്തീൻ ഉണ്ടാകുമോ എന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത വിധം അതിൻ്റെ ഒരു സാധ്യത അതാണ്. ഈ യുദ്ധങ്ങൾക്കൊക്കെ ഒടുവിലുണ്ടാകുന്നത് ഒരേ ഒരു ഓപ്ഷനാണല്ലോ. രണ്ടു കൂട്ടർക്കും സമാധാന സന്ധിയിലൂടെ തീരണമെങ്കിൽ ഈക്വൽ ഫോഴ്സ് ആവണം രണ്ട് ഭാഗത്തും. ഒരു ഭാഗത്ത് ഇസ്രായേൽ എന്ന ശക്തമായൊരു രാഷ്ട്രമാണ്, മറുഭാഗത്ത് ഫലസ്തീനികൾ എന്നൊരു ജനതയാണ്, അല്ലെങ്കിൽ ഒരു രാജ്യം പോലും ഇല്ലാത്ത, ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു ജനതയാണ്. ആ ജനത ഈക്വൽ അല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ഒരു ഓപ്ഷനേ ഉള്ളൂ. രണ്ട് ഭാഗവും ഈക്വൽ ആണെങ്കിൽ സമാധാനം വരും, അല്ലെങ്കിൽ സന്ധി വരും, യുദ്ധമുണ്ടാകും, തോൽക്കുകയോ ജയിക്കുകയോ ചെയ്യും, അപ്പോൾ ഒരു തീർപ്പുണ്ടാവും. ഇത് തിരിച്ചടിക്കാൻ ആളില്ലാത്ത ഒരു ആക്രമണം, ഒഴിഞ്ഞ ഗോളിലേക്ക് ആണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരു സമ്പൂർണ്ണമായ ഒരു ഇസ്രായേലിൻ്റെ തീരുമാനം എന്താണോ അവർ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ, അറ്റാച്ച്മെൻറ്റ് തീരുമാനിച്ചു കഴിഞ്ഞു, ഗസ അറ്റാച്ച് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് ഗസ മാത്രം അറ്റാച്ച് ചെയ്തിട്ട് ഈ വെസ്റ്റ് ബാങ്കിനെ രക്ഷപ്പെടുത്തുമോ? ഇല്ല, വെസ്റ്റ് ബാങ്ക് കൂടി ചേർത്താണ് അവരുടെ ഒരു അജണ്ട. അതുകൊണ്ട് ഫലസ്തീനില്ലാത്ത ഒരു ഭൂഗോള മാതൃക അല്ലെങ്കിൽ ഒരു മാപ്പ്, വേൾഡ് മാപ്പ് വരാൻ പോകുന്നു എന്ന് വേണം കരുതാൻ. അത് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ ഈ 2 നേഷൻസ് എന്ന് പറയുന്ന രീതിയിലേക്ക് UK-യും ഫ്രാൻസും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ വരുന്നുണ്ട്, ജർമ്മനിയും കാനഡയൊക്കെ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ ഇല്ലാതാക്കിയിട്ട് ഈ അമേരിക്ക കരുതുന്നത് പോലെ, ഇസ്രായേൽ കരുതുന്നത് പോലെ ഇനി പലസ്തീൻ മാത്രം അവിടെ ഉണ്ടാവില്ല, ഇസ്രായേൽ മാത്രം, വിശാല ഇസ്രായേൽ അതായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ തന്നെ അത് തന്നെയാണ് സാധ്യത. കാരണം എന്താ വെച്ചാൽ ഈ തിയറി പുതിയതല്ലല്ലോ. ഈ പ്ലാൻ 2 നേഷൻ പ്ലാനാണ് 48-ലെ പ്ലാൻ. കുറെ കൂടി പുറകോട്ട് പോയാൽ 2020s തൊട്ടുള്ള പ്ലാനാണത്. 1920 മീൻസ് 1919 ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കിയുടെ കയ്യിലായിരുന്നു ഫലസ്തീൻ. തുർക്കിയെ തോൽപ്പിച്ചിട്ട് ബ്രിട്ടൻ അത് കീഴടക്കുന്നു. അപ്പോൾ ബ്രിട്ടൻ്റെ കയ്യിലായിരുന്നു ആയി ഫലസ്തീൻ. അപ്പോൾ ബ്രിട്ടൻ വെച്ചൊരു ഫോർമുലയാണ്, ഈ നാട് ഞങ്ങൾക്കറിയാം, ഈ നാട് 3 സെമിറ്റിക് മതങ്ങൾക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. ക്രിസ്ത്യാനിറ്റിക്കും, ഞങ്ങൾ ക്രിസ്ത്യാനിറ്റിക്കും ജൂതായിസത്തിനും ഇസ്ലാമിനും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരിക്കലും തീരാത്ത ഒരു വഴക്ക് ഈ പ്രദേശത്ത് ചൊല്ലിയുണ്ടാകും. ഭരണം ഞങ്ങളുടെ കയ്യിൽ വന്ന സ്ഥിതിക്ക് ഞങ്ങളത് പരിഹരിക്കാൻ ശ്രമിക്കും. ഇക്കാലം വരെ ഭരിച്ച തുർക്കി സുൽത്താൻ അത് ചെയ്തില്ല, ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോർമുല മുന്നോട്ട് വെക്കുന്നത്. ഇസ്രായേൽ ജൂതന്മാർക്ക് രാജ്യമില്ല, അതുകൊണ്ട് ലോകമെങ്ങുമുള്ള ജൂതന്മാർ ജോർഡാൻ നദിയുടെ കിഴക്ക് വന്ന് താമസിച്ചു കൊള്ളട്ടെ, അവരൊരു രാജ്യമായിക്കോളും. അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് അറബ് വംശക്കാർ, അതിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. പക്ഷേ ക്രിസ്ത്യാനികൾക്ക് അവിടെ വന്ന് താമസിക്കാൻ വലിയ ആർത്തിയും ആവേശമൊന്നും വന്നില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഫലസ്തീനെ അവർ കാണുന്നത് ഒരു ശപിക്കപ്പെട്ട നാട് കൂടിയായിട്ടാണ്. തീർച്ചയായിട്ടും യേശുദേവൻ്റെ ജന്മം കൊണ്ട നാടെന്ന നിലയിൽ അവർക്ക് വൈകാരികമായി ബന്ധമുള്ള നാടാണെങ്കിൽ തന്നെ യേശുവിനെ കൊന്ന നാടുമാണ്. മാത്രമല്ല യേശുവിനെ കൊന്നത് എന്ന പേരിൽ ജൂതന്മാരും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ ലോകത്തിൽ വലിയ യുദ്ധങ്ങൾ നടന്ന ചരിത്രമുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി പതുക്കെ മാറിയെന്നു. ക്രിസ്ത്യൻ വംശം കൂടി ചേർന്നതാണ് കേട്ടോ, ക്രിസ്ത്യാനികളും കൂടി ചേർന്നതാണ് അറബ് വംശം. വേണ്ടവർ നിന്നുകൊള്ളട്ടെ. ക്രിസ്ത്യാനിറ്റി പക്ഷേ സംഘടിതമായി അങ്ങോട്ട് ആളുകളെ കൊണ്ടുവന്ന് പാർപ്പിച്ചില്ല. 2 കാരണം കൊണ്ട്. ഒന്ന്, ലോകത്ത് ക്രിസ്ത്യൻ രാജ്യങ്ങൾക്കൊരു പഞ്ഞവുമില്ല, എവിടെ വേണമെങ്കിലും അവർക്ക് പോയി താമസിക്കാം. ജൂതന്മാർക്ക് അതില്ല, അവർ സംഘടിതമായി ചെയ്തു. അറബ് വംശക്കാരാണെങ്കിൽ അവിടെ ഉള്ളവർ നിന്നുപോയി എന്നല്ലാതെ സമ്പന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ ഇഷ്ടം പോലെ ഉള്ളപ്പോൾ ഇങ്ങോട്ട് ആരും വന്ന് ഈ പാവപ്പെട്ട ദരിദ്ര രാജ്യത്തേക്ക് വന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഈ 2 നേഷൻ അവിടെയാണ് 48-ൽ ഇതിൻ്റെ ഒരു മൂർത്ത രൂപം പോലെ 2 നേഷൻ തിയറി വന്നത്. ജോർഡാൻ നദിയുടെ പടിഞ്ഞാറ് ഫലസ്തീനും കിഴക്ക് ഇസ്രായേലും. അതായിരുന്നു ആ UN-ൻ്റെ കരാറ്. അത് ഇസ്രായേൽ അംഗീകരിച്ചില്ല. അത് ഇസ്രായേൽ അംഗീകരിച്ചു, അവർ രാജ്യമായി പ്രഖ്യാപിച്ചു, അവർ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. ഫലസ്തീൻ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഫലസ്തീന് വേണ്ടി സംസാരിച്ച അറബ് രാജ്യങ്ങളൊന്നും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഇസ്രായേൽ അത് ഏകപക്ഷീയമായി അംഗീകരിച്ചു എന്ന കുറ്റം പറഞ്ഞിട്ട് ഇസ്രായേലിനെ പോയി ആക്രമിക്കുകയും ചെയ്തു. അന്നു മുതൽ തോറ്റുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളാണ്. അതുകൊണ്ട് ഇനിയൊരു അവസാനം അതിനുണ്ടാവണമെങ്കിൽ ഇത് ഫലസ്തീൻ ഇല്ലാത്ത ഒരു ലോകം വരികയായിരിക്കും വഴി വേറെ. കാരണം ഇസ്രായേൽ ഇന്നത്തെ അവസ്ഥയിൽ ആര് പറഞ്ഞാലും കേൾക്കാത്ത വിധം ശക്തമായിട്ടുണ്ട് അവർ. UN പറഞ്ഞാൽ കേൾക്കൂല, അമേരിക്ക പറഞ്ഞാൽ കേൾക്കൂല, അറബ് രാജ്യങ്ങൾ പറയുക പോലുമില്ല. കാരണം അറബ് രാജ്യങ്ങൾക്കൊക്കെ ഇവരുടെ സഹായം വേണം.
അതാണ് സ്ഥിതി. എന്തായാലും നമുക്ക് ഈ ദിവസങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഫലസ്തീൻ പൊളിറ്റിക്സ് കൃത്യമായി ഫോളോ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ചുരുക്കം പറഞ്ഞാൽ യേശുവിനെ ഇല്ലാതാക്കിയ രാജ്യത്തിൻ്റെ ദുർവിധി എന്ന് പറയാം. കറക്റ്റാണ് പ്രയോഗം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.